ഈ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ആഡംബര കാർ കടത്തുന്നവരെ പൂട്ടാനുള്ള കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുംഖോറിൽ അന്വേഷണം തുടരുകയാണ്. നടൻ അമിത് ചക്കാലക്കലിന്റെ വാഹന കടത്തിൽ ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ കസ്റ്റംസ് ഉള്ളത്. അമിത്തിന്റെ 8 കാറുകളാണ് ഇതുവരെ പിടിച്ചെടുത്തത്. നടൻ ദുൽഖർ സൽമാനെയും നോട്ടീസ് നൽകി വിളിപ്പിച്ച് വിശദമായി ചോദ്യം ചെയ്യും. ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്ന വിവരങ്ങളുമായി. ശ്യാം, ഗുഡ് മോർണിംഗ്. വളരെ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് ഈ ഓപ്പറേഷൻ നുംഖോർ കടക്കുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് എന്ന് തോന്നുന്നു. NIA-യും ഈ കാര്യത്തിൽ ഇടപെടുകയാണ്. വിദേശ പണമിടപാട് സംബന്ധിച്ച ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ എന്ത് സംശയമാണ് ഇപ്പോൾ ഈ അമിത് ചക്കാലക്കലിന് എതിരെ കസ്റ്റംസിന് ഉള്ളത്? എന്തുകൊണ്ടായിരിക്കും അത്തരത്തിലൊരു സംശയം രൂപപ്പെട്ടത്? മോത്തി, ഗുഡ് മോർണിംഗ്. അതായത് ഈ കാറ് കടത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്പറേഷൻ നുംഖൂർ, ഈ നുംഖൂറിന്റെ നുംഖൂർ എന്ന ഭൂട്ടാൻ ഭാഷയിൽ വാഹനം എന്നതാണ്. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഇത് കൂടുതലായിട്ടും പ്രചരിച്ചത്, അതായത് താരങ്ങളിലൂടെയാണ് ഈ വാഹനക്കടത്ത് നടന്നിരിക്കുന്നത്. അത്തരം കാര്യങ്ങളടക്കം വിശദമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഇത് നിലവിൽ ഈ ഭൂട്ടാനിൽ നിന്നാണ് ഈ വാഹനങ്ങൾ എത്തിക്കുന്നത്. ഈ ഭൂട്ടാനിലേക്ക് ആദ്യം ഈ വാഹനങ്ങൾ എത്തിച്ച് പിന്നീട് ഭൂട്ടാനിൽ നിന്ന് ഈ നമ്മുടെ ഇടങ്ങളിലേക്ക് എത്തിക്കുന്നു. സാധാരണഗതിയിൽ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ പോലെ അവിടുത്തെ റെസിഡൻറ്റിന് മാത്രമേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതും 160% ഫൈൻ, അതായത് നികുതി അടക്കം ഒടുക്കി വേണം കൊണ്ടുവരാൻ. അങ്ങനെയല്ല ഈ വാഹനങ്ങളെല്ലാം എത്തിയിരിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ വിശദമായ രീതിയിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിലിപ്പോൾ ഈ പിടിച്ചെടുത്ത വാഹനങ്ങൾ അതായത് ഈ ഉടമകൾക്ക് തന്നെ കൈമാറാനാണ് ഇപ്പോൾ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് ഈ ഉടമകൾക്ക് തന്നെ ഇവർ സേഫ് സോണിൽ ഇവർ സൂക്ഷിക്കണം എന്നതാണ് ആവശ്യപ്പെടുക. പക്ഷേ ഇവർക്കത് ഉപയോഗിക്കാൻ കഴിയുകയില്ല. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഈ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കും. അതോടൊപ്പം തന്നെ മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കും എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കസ്റ്റംസ് നിലവിൽ ഇവർക്ക് ഈ കാര്യങ്ങളെ പറ്റി ധാരണയില്ലായിരുന്നു എന്ന് വാക്കാൽ പറയുന്നതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കണമല്ലോ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ഇവരെ വിളിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ദുൽഖർ സൽമാനെയും അതുപോലെ തന്നെ അമിത് ചക്കാലക്കലിനെയും, അല്ലേ? തീർച്ചയായിട്ടും. അതായത് വരും ദിവസങ്ങളിൽ ഈ 2 നടന്മാർക്കും നോട്ടീസ് നൽകി ഇവരെ വിളിപ്പിച്ച് വിശദമായ രീതിയിൽ ചോദ്യം ചെയ്യും. നിലവിൽ ഇവർക്ക് ഇന്നലെ തന്നെ കസ്റ്റംസ് കമ്മീഷണർ ഇത് സംബന്ധിച്ച് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു, ഇവരുടെ അറിവോടെ അല്ല എങ്കിൽ പോലും ഇത് ഗുരുതരമായ കുറ്റം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഇനി ഇവർ എന്താണ് ഇതിൽ പറയുക എന്നതാണ്. ഇതിൽ ഇവരുടെ പേരിലുള്ള ആസ്തി ഇത്തരം കാര്യങ്ങളിലൊക്കെ എങ്ങനെ മാറ്റം വന്നു, ഇതടക്കം വിശദമായ രീതിയിൽ പരിശോധിക്കേണ്ടതുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഇവർ 2 പേർക്കും നോട്ടീസ് നൽകി വിളിപ്പിച്ച് ഇവരിൽ നിന്ന് വിശദമായ മൊഴിയെടുക്കും. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും മറ്റ് നടപടികളിലേക്ക് കിടക്കുക. ഏതായാലും ഇത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്ത്യൻ എംബസികളുടെയും മറ്റുമൊക്കെ വ്യാജ സീലുകളും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ NIA ഉൾപ്പെടെ ഇത് സംബന്ധിച്ച കേസ് അന്വേഷിക്കുന്ന ഘട്ടത്തിലേക്ക് പിന്നിൽ ഇടനിലക്കാർ ആ തരത്തിലാണോ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നത് വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ നിറവേറ്റേണ്ട പൗരന്മാർ ഇനി അബദ്ധത്തിലെങ്കിൽ കൂടി ഇത്തരം കാര്യങ്ങളിൽ ചെന്നുപെട്ടത് നിർഭാഗ്യകരം ആണ്. അതിലെന്തെങ്കിലും ഇവർക്ക് നേരിട്ട് പങ്കുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുമാണ്, അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയാണ്, അതായത് ഇതിനകത്ത് പലതരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ട്. കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ GST പോലെയുള്ള വലിയ രീതിയിൽ ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ, അങ്ങനെ ഈ PMLA ആക്ട് ഉൾപ്പെടെ കാര്യങ്ങൾ നടന്നിട്ടുള്ളതിനാൽ തന്നെ NIA അതോടൊപ്പം തന്നെ ED ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് ഈ കസ്റ്റംസ് ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കൈമാറും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ഈ 2 വിഭാഗങ്ങൾ ഒരുപക്ഷെ കേസ് ഉൾപ്പെടെ എടുക്കുന്ന നടപടികളിലേക്ക് കടന്നേക്കാം. എന്തായാലും വിശദമായ രീതിയിലുള്ളൊരു അന്വേഷണവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഈ 2 പേർക്കും നോട്ടീസ് ഉൾപ്പെടെ നൽകിക്കൊണ്ട് അവരിൽ നിന്നുള്ള മൊഴിയും ഒക്കെ രേഖപ്പെടുത്തിയ ശേഷമായിരിക്കും ഈ മറ്റ് നടപടികളിലേക്ക് കസ്റ്റംസ് കടക്കുകയുള്ളൂ. എന്തായാലും ഇനി നിലവിൽ കൂടുതൽ കാറുകളടക്കം പരിശോധിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് മറ്റ് രീതിയിലുള്ള പരിശോധനകളും കാര്യങ്ങളും തന്നെ ഇല്ല. ഇന്നലെ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയതുപോലെ തന്നെ, അതായത് ഈ കാറുകൾ ഇവരുടെ അറിവോടെ അല്ല എങ്കിൽ പോലും കൊണ്ടുവന്നതെങ്കിൽ പോലും ഗുരുതരമായ കുറ്റകൃത്യം തന്നെയാണ് എന്നാണ് അദ്ദേഹവും പറഞ്ഞത്. നിലവിൽ ഈ ഭൂട്ടാനിൽ നിന്ന് ഇങ്ങനെ സാധാരണഗതിയിൽ കാർ എത്തിക്കുന്നത് 3 തരത്തിലാണ് എന്നതാണ്. അതായത് ഒന്നല്ലെങ്കിൽ അവിടുത്തെ റെസിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ടൂർ വന്ന ശേഷം ഇവിടെ ഈ വാഹനങ്ങൾ ഉപേക്ഷിച്ച് പോവുക, മറ്റൊന്ന് പാർട്സ് ആക്കി അല്ലെങ്കിൽ കണ്ടെയ്നറിലോ മറ്റുമാക്കി ഇങ്ങോട്ടേക്ക് എത്തിക്കുക, അങ്ങനെ എത്തിക്കുക. ഏത് തരത്തിലാണ് എത്തിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വിശദമായ രീതിയിൽ ഇവരിൽ നിന്ന് തന്നെ അറിയേണ്ടതുണ്ട്. അക്കാര്യങ്ങളടക്കം ഇവരെങ്ങനെയാണ് ഈ കാറ് വാങ്ങിയത്, ഇതിൽ ഇവർ പണം കൈമാറിയായിട്ടുള്ള രേഖകളും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പണം എങ്ങനെ കൊടുത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളടക്കം
എന്തായാലും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണമായിരിക്കും കസ്റ്റംസ് ശ്യാം, ഏതായാലും ഈ അന്വേഷണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോട്ടെ. കാരണം ഇത് നമ്മുടെ രാജ്യത്തെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ പോലും ഇത്തരം ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ, ഇടനിലക്കാർ അത്തരത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, പണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വാഹന തട്ടിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് സംഭവിച്ചത് എന്നത് വളരെ കൃത്യമായി അന്വേഷിച്ചറിയേണ്ടതുണ്ട്. ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.